ഇനി നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ പാർട്ട് 3 ആണ് നോക്കുന്നത്. പാർട്ട് 3 നമുക്ക് കാലാവസ്ഥ തുടങ്ങിയിട്ട് നോക്കാനുള്ളത്. നമുക്ക് നോക്കാം. അപ്പം കാലാവസ്ഥ ഇന്ത്യയുടെ വടക്കൻ അതിരായ ഹിമാലയ പർവ്വതവും തുടർ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യയ്ക്കുമിടയിൽ ഒരു കാലാവസ്ഥ വിഭാജകം തീർക്കുന്നു. അല്ലേ? എന്താണ് ഇന്ത്യയുടെ വടക്കൻ അതിര്? അല്ലേ, ഇന്ത്യയുടെ വടക്കൻ മുകൾ ഭാഗത്താണ് ഹിമാലയ പർവ്വതം. അല്ലേ, തുടർന്ന് കുറേ ചെറിയ ചെറിയ പർവ്വതങ്ങളുണ്ട്. ഇതെല്ലാം ചേർന്ന് എന്താണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യയ്ക്കുമിടയിൽ ഒരു കാലാവസ്ഥ വിഭാജകം തീർക്കുന്നു. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ അതത് പ്രദേശത്തിൻ്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അല്ലേ, ഹിമാലയ പ്രദേശത്തിൻ്റെ കാലാവസ്ഥ എങ്ങനെയാണ്? ഓരോ പ്രദേശത്തിൻ്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വതച്ചെരിവുകളിലും സിവാലിക് മലയടിവാരങ്ങളും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും. അപ്പോൾ എങ്ങനെയാണ്? ഉയരം കുറഞ്ഞ പർവ്വതച്ചെരിവുകളിലും സിവാലിക് മലയടിവാരങ്ങളിലും എങ്ങനെയായിരിക്കും? മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും. എന്നാൽ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയുമായിരിക്കും. ഉയരം കൂടിയ സ്ഥലത്ത് നമുക്കറിയാം, ഉയരം കൂടുതലുള്ള സ്ഥലത്ത് എപ്പോഴും ശൈത്യമായിരിക്കും കൂടുതൽ. ഇനി ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലും ധ്രുവ സമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരു ബോക്സിൽ ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഹിമാലയൻ പർവ്വത പ്രദേശത്ത് ധാരാളം സുഖവാസ കേന്ദ്രങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്? അല്ലേ, ഹിമാലയൻ പർവ്വത പ്രദേശത്ത് നമുക്കറിയാം താരതമ്യേന ഉയരം കൂടിയ പ്രദേശമാണ്. അല്ലേ, അവിടെ എന്തായിരിക്കും? നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു, ശൈത്യ കാലാവസ്ഥയായിരിക്കും. നമ്മൾ എന്തായാലും നമ്മളെവിടെയെങ്കിലുമൊക്കെ സുഖവാസ കേന്ദ്രങ്ങൾ എപ്പോഴും എന്തായിരിക്കും? തണുപ്പുള്ള പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും. അല്ലേ, ഇനി സിവാലിക് മലനിരകളുടെ തെക്കൻ ചെരുവുകളിലും വടക്കുകിഴക്കൻ ഇന്ത്യയിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴയാണ് ലഭിക്കുന്നത് കേട്ടോ. അപ്പോൾ എവിടെയൊക്കെയാണ്? സിവാലിക് മലനിരകളുടെ തെക്കൻ ചെരുവുകൾ, സിവാലിക് മലനിരകളുടെ താഴ്ന്ന പ്രദേശത്തും പിന്നെ വടക്ക് കിഴക്കൻ ഇന്ത്യ. അല്ലേ, വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ എന്താണ്? വടക്ക് കിഴക്കൻ ഇന്ത്യയിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴയാണ് ലഭിക്കുന്നത്. ഇനി പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ച സാധാരണമാണ്. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ അസം ഹിമാലയത്തിനും പൂർവാചൽ കുന്നുകൾക്കുമിടയിൽ എത്തുമ്പോൾ ഏറെക്കുറെ മുഴുവൻ നീരാവിയും ഈ പ്രദേശത്ത് പെയ്തൊഴിയുന്നു. എന്താണ്? ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് മൺസൂൺ കാറ്റ് വീശും. അത് അസം ഹിമാലയത്തിനും പൂർവാചൽ കുന്നുകൾക്കുമിടയിൽ എത്തുമ്പോൾ എന്താണ്? അവിടെ മുഴുവൻ നീരാവിയായി ഈ പ്രദേശത്ത് അത് പെയ്തൊഴിയാണ്. അതിനാൽ വടക്കിഴക്കൻ ഇന്ത്യയിൽ പ്രത്യേകിച്ച് മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കും. ഇനി നദീവ്യവസ്ഥ എന്താ പറയുന്നത്? നമുക്കറിയാം, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയാണ് ഹിമാലയ നദികൾ. അല്ലേ, അപ്പം സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളും അവയുടെ പോഷകങ്ങളും ചേർന്നാണ് എന്ത്? ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം സൃഷ്ടിക്കുന്നത്. മഴയിൽ നിന്നും മഞ്ഞുരുകിയ ജലം ലഭിക്കുന്നതിനാൽ ഈ വർഷം മുഴുവൻ നീരൊഴുക്കുള്ള നദികളാണ്. പർവ്വത പ്രദേശത്ത് അതിശക്തമായ നീരൊഴുക്കുകളാണ് ഈ നദികൾക്കുള്ളത്. സമതല പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും ഗതിമാറി ഒഴുകലും സാധാരണമാണ്. ഈ നദികൾ പർവ്വത ഭാഗങ്ങളിൽ എന്താണ്? വീരൂപ താഴ്വരകൾ, ഗിരികന്ധരങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങളൊക്കെ സൃഷ്ടിക്കും. ഇനി നോക്കാം വെള്ളച്ചാട്ടം എന്താണെന്ന് നോക്കാം. നദിയുടെ ഒഴുക്കിനിടയിൽ ഉയരത്തിൽ നിന്നും നദീജലം കുത്തനെ താഴേക്ക് പതിക്കുന്നതാണ് വെള്ളച്ചാട്ടം. നദിയുടെ സഞ്ചാരപാതയിൽ ഉറപ്പ് കുറഞ്ഞ ശിലകൾ കൂടുതലായി അപരദന വിധേയമാകുന്നതാണ് വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടാൻ കാരണം. അല്ലെ, വെള്ളം തുടർച്ചയായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ സഞ്ചാരപാത എന്താണ്? ആ ശിലകൾ കൂടുതൽ അപരദനം അല്ലെ തേയും. അതാണ് അപരദന പ്രക്രിയയിലൂടെ. അപ്പോൾ എന്താണ്? അവിടെ കൂടുതൽ താഴ്ച വന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെയാണ് എന്ത്? വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടുന്നത്. ഇനി വീരൂപ താഴ്വര. നദി ഒഴുകുമ്പോൾ വശങ്ങളിലെ അപരദനം മൂലം വീതി വർദ്ധിക്കുകയും നദീതടത്തിലെ അടിത്തട്ടിൽ അപരദനം മൂലം ആഴം വർദ്ധിക്കുകയും ചെയ്യും. ഈ പ്രവർത്തനം നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലേ, നദി ഒഴുകും, അപ്പോൾ വശങ്ങളിൽ അപരദനം ഉണ്ടാവും, പിന്നെ അടിത്തട്ടിൽ എന്താണ്? ആഴം കൂടും. ഇതിങ്ങനെ നിരന്തരം നടന്ന് എന്താണ്? അക്ഷരമായാലും രൂപത്തോട് സാദൃശ്യമുള്ള വീരൂപ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടും. ഇനി ഇവിടെ ചോദിച്ചാൽ വേനൽക്കാലത്തും വെള്ളപ്പൊക്ക സാധ്യതയുള്ളവയാണ് ഹിമാലയ നദികൾ. എന്തുകൊണ്ടാണത്? വേനൽക്കാലത്ത് നമുക്കറിയാമല്ലേ, മഞ്ഞുരുങ്ങി ജലമെത്തും. അപ്പോൾ എന്തുകൊണ്ടാണ് വേനൽക്കാലത്ത് ഇഷ്ടംപോലെ നല്ല ചൂടാകുമ്പോൾ നന്നായിട്ട് വെള്ളം എത്തും. അല്ലേ, അതാണ് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ കൂടുതൽ. ഇനി ഹിമാലയ നദികളാണ് ഇത്? ബ്രഹ്മപുത്ര, ഇൻദസ്, ഗംഗ. അപ്പോൾ ഈ 3 നദികളും എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ബിഗ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ബ്രഹ്മപുത്ര, ഇൻദസ്, ഗംഗ. അപ്പോൾ ഹിമാലയ നദികൾ എന്ത്? ബിഗ് എന്ന് പറഞ്ഞ് നമുക്ക് ഓർത്ത് വയ്ക്കാം. ഇനി ഫസ്റ്റ് പറയുന്നത് സിന്ധു നദി. ഇൻദസ് എന്ന് വെച്ചാൽ സിന്ധു ആണല്ലോ, സിന്ധു. അപ്പം മാനസ സരോവര തടാകത്തിനടുത്ത് ബോഗാർജു ഹിമാനിയിൽ നിന്നും, എവിടെയാണ് ഹിമാനി? കണ്ട, നമ്മൾ പറഞ്ഞ് ബിഗ്, അതായത് ഹിമാനദികളൊക്കെ ഹിമാനി എന്നായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ നിന്നാണ് മാനസ സരോവർ തടാകത്തിനടുത്ത് ബോഗാർജു ഹിമാനിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു നദിയും അതിൻ്റെ പോഷകങ്ങളുമാണ് വടക്ക് പടിഞ്ഞാറ് ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം. ഇനി
ഗംഗ എവിടെ നിന്നാണ്? ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്നും അല്ലേ. അതിൻ്റെ പോഷകങ്ങൾ ഏതൊക്കെയാണ്? യമുന, ഗാംഗര, ഗണ്ഡക്, കോസി ഇതൊക്കെയാണ് എന്ത് ഉത്തരാഖണ്ഡ്, നേപ്പാൾ, ഹിമാലയത്തിലെ പ്രധാന നദികൾ. ഇനി മാനസ സരോവർ തടാകത്തിനടുത്ത് ചെമയോങ് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ബ്രഹ്മപുത്രയും അതിൻ്റെ പോഷകങ്ങളായ ദിബാങ്, ലോഹിത്, മാനസ് മുതലായവയുമാണ് കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹം. ഇനി അവിടുത്തെ മണ്ണ് എങ്ങനെയാണെന്ന് നോക്കാട്ടോ. ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായി പർവ്വത മണ്ണും വനമണ്ണുമാണ് കാണപ്പെടുന്നത്. പർവ്വത പരിസ്ഥിതി അനുസരിച്ച് മണ്ണിൻ്റെ ഘടനയിലും തരിവലിപ്പത്തിലും വ്യത്യാസമുണ്ടാകും. താഴ്വരകളിൽ നേർത്ത തരികളോട് കൂടിയതും ജൈവാംശം കൂടുതലുള്ളതും മണ്ണാണ് കാണപ്പെടുന്നത്. അപ്പോൾ താഴ്വര പ്രദേശത്ത് എങ്ങനെയാണ്? നേർത്ത തരികളുണ്ടാവും, ജൈവാംശം കൂടുതലുണ്ട്. ഉയർന്ന ചെരുവുകളിൽ വലിയ തരികളോടുള്ളതായിരിക്കും, ജൈവാംശം കുറഞ്ഞായിരിക്കും അല്ലേ. ഉയർന്ന ചെരുവുകളിൽ കൃഷിയും അത്ര നമ്മൾ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ എന്താണ് അവിടെ ജൈവാംശം കുറവായിരിക്കും. ഇനി താഴ്വരകളിൽ എങ്ങനെയാണ്? താഴ്വരകൾ വരുന്തോറും എക്കൽ മണ്ണിൻ്റെ നിക്ഷേപമാണ് പ്രധാനമായും കാണപ്പെടുന്നത്. ഇനി കാശ്മീർ താഴ്വരകളിൽ ഹിമാലയങ്ങൾ നിക്ഷേപിക്കപ്പെടുന്ന അവസാദമാണ് എന്ത്? കരേവാസ് അല്ലേ. ഈ കരേവാസ് എന്താണ്? കുങ്കുമ കൃഷിക്ക് അല്ലേ. കുങ്കുമ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ഈ കരേവാസ്. ഇനി അവിടുത്തെ സസ്യജാലങ്ങൾ, ഉയരം, ഭൂപ്രകൃതി. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് പർവ്വത നിരകൾക്കിടയിൽ താഴ്വരകളിൽ എക്കൽ മണ്ണ് കാണപ്പെടാൻ കാരണം എന്തായിരിക്കും? താഴ്വരകളിൽ അല്ലെ, താഴ്വരകളിൽ നദികൾ വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങൾ അടിഞ്ഞുകൂടും അല്ലേ. അതാണ് എക്കൽ മണ്ണ് കാണപ്പെടാൻ കാരണം. ഇനി നദീജാലങ്ങൾ, ഉയരം, ഭൂപ്രകൃതി, മണ്ണിനം, കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളിലെ വ്യത്യാസം ഹിമാലയ നിരകളിൽ സസ്യജാലങ്ങൾ പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു. കിഴക്കൻ ഹിമാലയത്തിലും വടക്ക് കിഴക്കൻ കുന്നുകളിലും ശരാശരി വാർഷിക മഴ 200 സെൻറ്റിമീറ്ററിന് മുകളിലായി ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ് അവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് കേട്ടോ. അപ്പോൾ കിഴക്കൻ ഹിമാലയത്തിൻ്റെ ഭാഗത്ത് വരുമ്പോൾ വടക്ക് കിഴക്കൻ കുന്നുകളിലൊക്കെ എന്താണ് നമ്മൾ പറഞ്ഞാൽ മേഘാലയ ആ ഭാഗത്തൊക്കെ മഴ കൂടുതലാണ് അല്ലേ. 200 സെൻറ്റിമീറ്റർ മുകളിലായി ലഭിക്കുന്നു. അവിടെ എന്താണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. ഇനി ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയും അല്ലേ. അപ്പോൾ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളിലും അതനുസരിച്ച് മാറ്റം ദൃശ്യമാണ്. ഉയരത്തിനനുസരിച്ച് നിത്യഹരിത വനങ്ങൾ മുതൽ ശൈത്യമേഖല സസ്യജാലങ്ങളായ തുദ്ര വരെയുള്ള സസ്യജാലങ്ങളുടെ തുടർച്ച ഇവിടെ കാണാം. താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും അർദ്ധ നിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും കാണപ്പെടുന്നു. 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ അർദ്ധമിതോഷ്ണ വനങ്ങൾ കാണാം. പൈൻ, ദേവദാരു തുടങ്ങിയ സ്തൂപികാഗ്രവൃക്ഷങ്ങൾ പർവ്വത ചെരുവുകൾ കൂടുതലായി വളരുന്നു. പ്രദേശത്തിൻ്റെ ഉയരം കൂടുന്നതനുസരിച്ച് ഉയരം കുറഞ്ഞ സസ്യങ്ങളായ ജുനിപ്പെർ, റോണോഡെൻഡ്രോൺ എന്നിവയും ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ആൽപൈൻ പുൽമേടുകളും കാണാം. ഇനി വന്യജീവി സമ്പത്ത് കേട്ടോ. സ്വാഭാവിക വനഭൂമി ധാരാളമുള്ള ഹിമാലയൻ പർവ്വത പ്രദേശം വന്യജീവി സമ്പന്നമാണ്. യാക്ക്, കസ്തൂരിമാൻ, ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം, ഹിമപ്പുലി തുടങ്ങിയ നിരവധി ജീവിവർഗ്ഗങ്ങളുടെ തനത് ആവാസ കേന്ദ്രങ്ങളാണ് ഇവിടം. ജൈവമണ്ഡല റിസർവുകൾ, ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ തുടങ്ങിയെല്ലാം വന്യജീവി സമ്പത്തിൻ്റെ സംരക്ഷണമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇനി ഇവിടെ പടിഞ്ഞാറൻ ഹിമാലയത്തിലും കിഴക്കൻ ഹിമാലയത്തിലുള്ള പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങൾ പറയുന്നുണ്ട്. കിഴക്കൻ ഹിമാലയം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലേ, സിക്കിം, അസം ആ ഒരു മേഖലയിലേക്കാണ്, മണിപ്പൂർ അല്ലേ, ആ സ്റ്റേറ്റ്സൊക്കെ. ഇനി പടിഞ്ഞാറെന്ന് വരുമ്പോൾ എവിടെയാണ്? ജമ്മു കാശ്മീർ, ലഡാക്ക്, ഉത്തരാഖണ്ഡൊക്കെ വരും. അപ്പോൾ ആ ഒരു വ്യത്യാസം അറിഞ്ഞിരിക്കുക. ഇനി അവിടുത്തെ പ്രധാന ദേശീയോദ്യാനം നമുക്ക് നോക്കാം. ഡച്ചിങ്ഹാം എവിടെയാണ്? ഡച്ചിങ്ഹാം ജമ്മു കാശ്മീർ. ഹെമിസ് ലഡാക്കിലാണ്. പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡ്. കോർബറ്റ് ഉത്തരാഖണ്ഡ്, ജിം കോർബറ്റ് അല്ലേ, നമ്മുടെ ഏറ്റവും ആദ്യത്തെ ദേശീയോദ്യാനമല്ലേ ജിം കോർബറ്റ്, അപ്പോൾ അത് ഉത്തരാഖണ്ഡിലാണ്. പിന്നെ രാജാജി ഉത്തരാഖണ്ഡ്, അങ്ങനെ 3 ഉത്തരാഖണ്ഡിലുണ്ട് കേട്ടോ. പൂക്കളുടെ താഴ്വര, കോർബറ്റ്, രാജാജി. ഡച്ചിങ്ഹാം എവിടെയാണ്? ജമ്മു കാശ്മീർ. ഹെമിസ് ലഡാക്ക്. ഇനി കിഴക്കൻ ഹിമാലയത്തിലുള്ളത് കാഞ്ചൻജംഗ അല്ലേ. കാഞ്ചൻജംഗ എവിടെയാണ്? സിക്കിമിൽ. പിന്നെ ദിബ്രു സൈക്കോവ അസമിലാണ്. അസമിൽ. കാസിരംഗ അസം. മാനസ് അസം. കേബിൾ ലഞ്ചാവോ നമ്മൾ പഠിച്ചാണല്ലേ, മണിപ്പൂർ. മണിപ്പൂർ. ഇനി ഇവിടുത്തെ കൃഷി എങ്ങനെയായിരിക്കും? പൊതുവായി നമുക്കറിയാമല്ലേ, ഈ ചെങ്കുത്തായ ചെരുവ് അങ്ങനെ കൃഷി കുറവായിരിക്കും താരതമ്യം, എന്നാൽ അവിടെ കൃഷിയുണ്ട്. കാരണം ഇവരെന്താണ് ഇപ്പോൾ ഓരോ വർഷം കൂടുന്നതോറും ഓരോരോ പുതിയ മാർഗ്ഗങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നതിലൂടെ കൃഷി കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ പർവ്വത ചെരുവുകളിൽ മെയിനായിട്ട് ആയിട്ട് തിരിച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത് അല്ലേ. മെയിൻ നെല്ല്, ആ തട്ടായ കൃഷികളിൽ നെല്ല്, പയർവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ് അതൊക്കെ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ മഴക്കാലത്ത് എന്താണ് ഈ നെല്ല്, പയർവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങൊക്കെ മഴക്കാലത്തും ഗോതമ്പൊക്കെ എന്താണ് മിതോഷ്ണ പഴവർഗ്ഗങ്ങളൊക്കെ വസന്തകാലത്തും കൃഷി ചെയ്യുന്നത് കേട്ടോ.
കിഴക്കൻ ഹിമാലയത്തിൻ്റെ പർവ്വതച്ചെരുവുകളിലും താഴ്വാരകളിലും പ്രത്യേകിച്ച് അസം ഡാർജിലിംഗ് മേഖലകളിൽ തേയില കൃഷിയാണ് കൂടുതലുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഡാർജിലിംഗ് തേയില പ്രസിദ്ധമാണെന്ന് പറഞ്ഞിട്ട്. ഇനി വടക്കുകിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ തദ്ദേശീയ ഗോത്രജന സ്ഥാനമാറ്റ കൃഷി പോലുള്ള പരമ്പരാഗത കൃഷിരീതികൾ തുറന്നു വരുന്നുണ്ട്. സ്ഥാനമാറ്റ കൃഷിയൊക്കെ എങ്ങോട്ട് വരും? വടക്ക് കിഴക്കൻ ഇന്ത്യയിലേക്ക് വരും. ഇനി മൃഗപരിപാലനം, നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ ഇവരുടെ പ്രധാന ജീവിതമാർഗ്ഗമാണ് മൃഗപരിപാലനം. ഉയരക്രമത്തിനനുസരിച്ച് കാലാവസ്ഥയിൽ മാറ്റം വരുന്നതനുസരിച്ച് ഇവരെന്താണ് മാറി മാറി അല്ലേ ഓരോ സ്ഥലത്ത് നിന്ന് ആ സ്ഥലത്തേക്ക് നമ്മൾ ട്രാൻസ് ഹ്യൂമൻസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ. ഇനി ശൈത്യമേഖലയായ ഹിമാചൽ ലഡാക്ക് ഭാഗങ്ങളിൽ തണുപ്പിനെ അതിജീവിക്കാൻ ശേഷിയുള്ള യാക്ക് അങ്ങനെയുള്ള മൃഗങ്ങളെയാണ് വളർത്തുന്നത്. ഇനി പടിഞ്ഞാറൻ ഹിമാലയത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? പർവ്വത പുൽമേടുകൾ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗമാണ് ഗുജ്ജർ കേട്ടോ. ഗുജ്ജർ എന്ന് പറയുന്നത് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ജനവിഭാഗമാണ് ആര്? ഗുജ്ജർ കേട്ടോ. ഇനി ടൂറിസം നമുക്കറിയാം, അവിടെ ടൂറിസമാണ് അവരുടെ ഏറ്റവും വലിയൊരു വരുമാന മാർഗം അല്ലേ. കാരണം ഭൂപ്രകൃതി സവിശേഷതകൾ അനുകൂലമായതിനാൽ ഹിമാചൽ പ്രദേശങ്ങൾ വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതയുള്ള ഒരു വരുമാനദായക മേഖലയാണ്. ഇനി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട യാത്രകളാണ് ഈ മേഖലയിൽ ടൂറിസം വികസനം തുടക്കമിട്ടത്. കൈലാസം, മാനസ സരോവരം, അമർനാഥ്, ഹേമകുണ്ട് സാഹിബ് തുടങ്ങി നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ ഹിമാലയ പർവ്വത ഭാഗങ്ങളിലുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇവിടങ്ങളിലേക്ക് സഞ്ചാരികൾ എത്തിയിരുന്നു. 19 നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ അനുകൂല കാലാവസ്ഥ തിരിച്ചറിഞ്ഞ് ഇവിടങ്ങളിൽ സുഖവാസ കേന്ദ്രങ്ങൾ വികസിച്ചതോടെയാണ് ടൂറിസം വികസനത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത്. ഇനി 1953 മെയ് 29 എന്താണ് പ്രത്യേകത? 1953 മെയ് 29 ഷെർപ്പ ടെൻസിൻ നോർഗെ, എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കി അല്ലേ. അതിനുശേഷമാണ് ടൂറിസം വികസനത്തിൻ്റെ മൂന്നാം ഘട്ടമായ ആധുനിക ടൂറിസം സാധ്യതകൾ ഹിമാലയ പ്രദേശത്ത് വികസിപ്പിച്ചത്. ഇന്ന് പർവ്വതാരോഹണം തന്നെ ഒരു പ്രത്യേക ടൂറിസമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. പിന്നെ പാരാഗ്ലൈഡിങ്, സ്കീയിങ് തുടങ്ങിയ സാഹസിക വിനോദസഞ്ചാര മേഖലയിലും ഏറെ വികസിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ചാപ്റ്റർ തീരാണ്ട് അതിന് ഏറ്റവും അവസാനം ടെൻസിൻ നോർഗെ പറഞ്ഞിട്ടുള്ളൊരു വാചകം പറയാണ്: പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളല്ല, മറിച്ച് പുറം ലോകങ്ങളെക്കുറിച്ചുള്ള കവാടങ്ങളാണ്. ഇത് പറഞ്ഞത് ടെൻസിൻ നോർഗെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ നമുക്ക് കഴിയുകയാണ്. അത്യാവശ്യം നല്ലൊരു ചാപ്റ്റർ ആയിരുന്നത്. അത്യാവശ്യം മിക്ക എക്സാംസിനും ക്വസ്റ്റ്യൻസ് കാണാനുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു. ഓക്കെ.